അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിന്നിനി സൂറത്ത് ഹൂദിലെ 74, 75, 76 ആയത്തുകൾ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിന 74, 75, 76. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. إن إبراهيم لحليم أواه منيب. يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. فلما ذهب عن إبراهيم ഇബ്രാഹിമിൽ നിന്ന് ഇബ്രാഹിമിൽ നിന്ന് പേടി നീങ്ങിയപ്പോൾ, ഇബ്രാഹിം അലൈഹിസ്സലാമയിൽ നിന്ന് പേടി അകന്നപ്പോൾ, വജാഅത്ഹു അൽ ബുഷ്റ അദ്ദേഹത്തിന് സന്തോഷവാർത്ത വരികയും ചെയ്തപ്പോൾ, യുജാദിലുന അദ്ദേഹം നമ്മളോട് തർക്കിക്കുന്നു, ഫി ഖൗമി ലൂത്ത് ലൂത്ത് നബിയുടെ ജനതയുടെ കാര്യത്തിൽ. ഇന്ന ഇബ്രാഹിമ തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം ലഹലീമുൻ വിവേകമുള്ളവനാണ്, അല്ലെങ്കിൽ സഹനശീലനാണ്, അവ്വാഹുൻ അനുകമ്പയുള്ളവനാണ്, മുനീബ് മടങ്ങുന്നവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനുമാണ്. യാ ഇബ്രാഹിം അല്ലയോ ഇബ്രാഹിം അരിൻ അൻ ഹാദ ഇത് വിട് ഇത് അവഗണിക്ക്. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക താങ്കളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്നെത്തിയിരിക്കുന്നു. വ ഇന്നഹും തീർച്ചയായും അവർ ആതീഹിം അവർക്ക് വരിക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് വരുന്നതാണ്, അദാബുൻ ഗൈറു മർദൂദ് തടയാനാവാത്ത ശിക്ഷ, റദ്ദ് ചെയ്യപ്പെടാത്ത ശിക്ഷ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫലമ്മ ദഹബ പോയപ്പോൾ, ദഹബ പറഞ്ഞാൽ പോയി എന്ന, ഫലമ്മ ദഹബ അങ്ങനെ നീങ്ങിയപ്പോൾ പോയപ്പോൾ, അൻ ഇബ്രാഹിം അലൈഹിസ്സലാമയിൽ നിന്ന് റൗ എന്ന പേടി, വജാഅത്ഹു അൽ ബുഷ്റ അദ്ദേഹത്തിന് ബുഷ്റ വരികയും ചെയ്തു, സന്തോഷ വർത്തമാനം. യുജാദിലുന അപ്പോൾ അങ്ങനെ പേടി പോയി സന്തോഷമായപ്പോൾ, യുജാദിലുന അദ്ദേഹം നമ്മോട് തർക്കിക്കുകയാണ്, ഫി ഖൗമി ലൂത്ത് അലൈഹിസ്സലാമയുടെ ജനതയുടെ കാര്യത്തിൽ. ഇന്ന ഇബ്രാഹിമ തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം ഹലീമുൻ സഹനശീലനാണ്, അല്ലെങ്കിൽ വിവേകമുള്ളവനാണ്, അവ്വാഹുൻ അനുകമ്പയുള്ളവനും, മുനീബ് മടങ്ങുന്നവനും അള്ളാഹുവിലേക്ക് ഏറെ മടങ്ങുന്നവനുമാണ്. യാ ഇബ്രാഹിം അപ്പോൾ അള്ളാഹ് പറയാണ്, യാ ഇബ്രാഹിം അല്ലയോ ഇബ്രാഹിം അരിർ അൻ ഹാദ ഇത് അവഗണിച്ചേക്ക്. ഏത്? ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ അള്ളാഹു ശിക്ഷിക്കും എന്ന വിഷയത്തിൽ താങ്കൾ ഇനി വല്ലാതെ തർക്കിക്കേണ്ട, ആ വിഷയം വിട്. അതാണ് അരിർ അൻ ഹാദ. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക താങ്കളുടെ നാഥൻ്റെ കൽപ്പന അത് വന്നിരിക്കുന്നു, അത് തീരുമാനമായിരിക്കുന്നു. അങ്ങനെ തീരുമാനം അതാണ് വന്നിരിക്കുന്നു പറഞ്ഞത്. വ ഇന്നഹും ആതീഹിം തീർച്ചയായും അവർ ആതീഹിം അവർക്ക് വരുന്നതാണ്, അദാബുൻ ശിക്ഷ, ഗൈറു മർദൂദ് റദ്ദ് ചെയ്യപ്പെടാത്ത തടയപ്പെടാത്ത ശിക്ഷ. കാര്യം നമുക്ക് അർത്ഥം പറയുമ്പോൾ തന്നെ മനസ്സിലായി. ഇതേ വിഷയം സൂറത്തു ദാരിയാത്തിൽ
24 മുതൽക്കുള്ള സൂക്തങ്ങളിൽ വരുന്നുണ്ട്. സൂറത്തു ദാരിയാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും ഈമാനും കരുത്തും അതിനുള്ള ഉദവിയൊക്കെ അല്ലാഹ് തന്നാൽ നമുക്ക് അവിടെ എത്താം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പം എന്താണ്, ഇബ്രാഹിം നബിയിൽ നിന്ന് പേടി നീങ്ങി. എന്താ പേടിച്ചത്? എന്തിനായിരുന്നു? ഒരു മലക്കുകളാന്ന് അറിഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് തിന്നണില്ല. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടിയത് മനുഷ്യന്മാരല്ല, മലക്കുകൾ മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്ന് ഒന്നുകിൽ അത് വഹയ് നൽകാനായിരിക്കും. ഇവിടെ വഹയൊന്നും അവർക്ക് പ്രത്യേകിച്ച് കൊടുക്കണില്ല. അപ്പോൾ അദ്ദേഹത്തിന് പേടി, എന്തായിരിക്കും ഇവർ വന്നതിൻ്റെ ഉദ്ദേശം? വെറുതെ ആവില്ല. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹം മലക്കൂത്ത്, അള്ളാഹുവിൻ്റെ മലക്കൂത്ത് കണ്ടിട്ടുള്ള, അള്ളാഹുവിൻ്റെ ഭരണ സംവിധാനം, ഭരണക്രമം അള്ളാഹു തആല അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മലക്കുകളുടെ വരവ് വെറുതെയാവില്ല എന്നത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം എന്താ, അദ്ദേഹത്തിന് അള്ളാഹു മലക്കൂത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ആകാശഭൂമിയുടെ ഭരണ സംവിധാനം, ഭരണക്രമം എങ്ങനെയെന്ന് വേറെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് കാര്യം വളരെ വെപ്രാളം, വലിയ പേടിയുണ്ടായി. മലക്കുകളാണ് വന്നത് എന്ന് അറിഞ്ഞപ്പോൾ. അതാണ്. പക്ഷേ മലക്കുകൾ വന്നപ്പോൾ മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനതയിലേക്ക് അയക്കപ്പെട്ടവർ. ലൂത്ത് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ഇബ്രാഹിം നബീൻ്റെ സ്വന്തം ചോരയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സഹോദരപുത്രനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് എന്ന് പറയുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഒരു ജനത നശിപ്പിക്കപ്പെടുന്നത് പ്രവാചകന്മാർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ലല്ലോ. പിന്നെ കുടുങ്ങുമ്പോഴാണ് അവർ പ്രാർത്ഥിക്കണതൊക്കെ. എന്തായിരുന്നാലും അദ്ദേഹത്തിന് അങ്ങനെയുള്ള പേടിയും ബേജാറും ഒക്കെ നീങ്ങി. ആ റൗ പറഞ്ഞാൽ പേടിയെന്ന, ആ പേടിയാണ് നീങ്ങി. ദഹബർ റൗന, പേടി പോയിന്ന്. പേടിയൊക്കെ പോയപ്പോൾ വജാഅത്തുഹുൽ ബുഷ്റ, ഇനിയൊരു മകൻ ജനിക്കും എന്നൊരു സന്തോഷ വാർത്ത. നേരത്തെ ഒരു മകൻ ഉണ്ടായിട്ടുണ്ട്, അത് 90 വയസ്സായപ്പോഴാണ്. ഇപ്പോൾ 100 വയസ്സാണ്. ഇപ്പോൾ രണ്ടാമത്തെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിക്കും. ആ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമക്ക് ശേഷം യാക്കൂബ് നബി അലൈഹി സ്വലാം എന്നുള്ളൊരു പേരക്കുട്ടി ഉണ്ടാവും. എന്തൊരു സന്തോഷമാണ്. മറ്റേ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയല്ലേ, കുട്ടികളുണ്ടാവില്ലേ, കുറച്ച് കാലമായല്ലോ കല്യാണം കഴിച്ചിട്ട്. ഇപ്പോൾ ഈ 100 വയസ്സായപ്പോൾ ഇനിയും കുട്ടി ഉണ്ടാകും, ആ കുട്ടിക്കും കുട്ടി ഉണ്ടാകും. എന്തൊരു മനുഷ്യന്മാർക്കും വലിയ സന്തോഷമുള്ള ഒരു തലമുറ നിലനിൽക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു തആല പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മകൻ്റെയും പേരക്കുട്ടിക്കുള്ള പേരും കൂടി പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ പേടിയൊക്കെ നീങ്ങി. അതാണ് വജാഅത്തുഹു അൽ ബുഷ്റ യുജാദിലുന. തർക്കിക്കാണ് ഇബ്രാഹിം നമ്മളോടെ. എന്താണ് തർക്കിക്കാൻ ആർക്കാ അവകാശമുള്ളത്? അത്രയും സ്നേഹമുള്ള ആൾക്കാണ്. വേറെ ആരെ പറ്റി അല്ലാഹു തആല എന്നോട് തർക്കിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, നബിമാരാരും തർക്കിച്ചിട്ടില്ല. പിന്നെ മുജാദില, സൂറത്തുൽ മുജാദില, അള്ളാഹിനോട് അവലാതി പറയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയും ചെയ്യല്ലേ. ഇവിടെ തർക്കിച്ചു പറഞ്ഞെന്താ? ആ സ്നേഹം കൊണ്ട് അള്ളാഹ് പറയാണ്. ഖലീലുള്ളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഖലീൽ പറഞ്ഞാർക്കാണ്? ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾ. അങ്ങനെ ഖലീലായി അള്ളാഹ് സ്നേഹത്തോടു കൂടി വരാം. ഓ നമ്മളോട് തർക്കിക്കാണ്. നമ്മളെ ദൂതന്മാർ വന്ന് പേടിയൊക്കെ നീങ്ങിയപ്പോൾ ഇതാ ഇബ്രാഹിം നമ്മളോട് ഇതാ തർക്കിക്കുന്നു. യുജാദിലുന, നമ്മളോട് അദ്ദേഹം തർക്കിക്കുകയാണ്. ഫി ഖൗമി ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനതയുടെ കാര്യത്തിൽ അള്ളാഹ് ഇതുവരെ ശിക്ഷിക്കുകയാണ്. ഒരേ അവസരം കൊടുത്തൂടെ, കുറച്ചാലും കൂടി അവധി കൊടുത്തൂടെ, ഇപ്പം തന്നെ ശിക്ഷിക്കാൻ തുടങ്ങുകയാണ് എന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ അവരോട് കരുണ കാണിക്കണം. ഇങ്ങനെയൊക്കെയാണല്ലോ തർക്കം. അല്ലാഹു തആല അത് വളരെ സന്തോഷത്തോടു കൂടി എടുത്തു പറയുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആലാക്ക് ഇബ്രാഹിം നബിയോടുള്ള സ്നേഹം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം, അതും കൂടിയാണ് ഈ പദപ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. അല്ലാഹു തആല നശിപ്പിക്കാൻ തീരുമാനിച്ചൊരു ജനതയുടെ വിഷയത്തിൽ അദ്ദേഹം അതാ നമ്മളോട് തർക്കിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ മറുപടി എന്താണ്? ദേഷ്യം. എന്നിട്ട് പറയുന്നത് എന്താ? ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അള്ളാഹ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. എന്താ സർട്ടിഫിക്കറ്റ്? ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം ലഹലീം, വിവേകമുള്ളവനാ. വെറുതെ അതും ഇതൊന്നും പറയണവനല്ല അയാൾ. നല്ല വിവേകമുള്ള, പക്വതയുള്ള, സഹനമുള്ള. എന്താണ് അള്ളാൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കിട്ടുക പറഞ്ഞാൽ ഇന്ന ഇബ്രാഹിം ലഹലീം.
ഹിൽമ് പറഞ്ഞാൽ വിവേകം എന്നാണല്ലോ അല്ലേ? ഹിൽമ് പറഞ്ഞാൽ അറിവ്, ഹിൽമ് പറഞ്ഞാലോ വിവേകം. ഹലീം വിവേകമുള്ളവൻ അല്ലെങ്കിൽ സഹനമുള്ളവൻ. അത് അല്ലാഹു തആല ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞാൽ എന്താ അതിൻ്റെയൊക്കെ ഒരു പുതുമ, എന്താ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം. പണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നല്ലോ, സഹാബിയ, പ്രമുഖനായ സഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി നല്ല ഖുർആൻ പാരായകനാണ്, നല്ല പണ്ഡിതനാണ്. ഖുർആൻ പാരായകൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഖുർആൻ പാരായകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അക്ഷരങ്ങൾ വായിച്ചു പോണ ആൾ എന്നല്ല അതിൻ്റെ അർത്ഥം, ഖുർആൻ ഉൾക്കൊണ്ടോതുന്ന ആൾ എന്നാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഉബയ്യ് താങ്കൾക്ക് ഖുർആൻ കേൾപ്പിച്ച് തരണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കണം. താങ്കൾക്ക് ഖുർആൻ കേൾപ്പിച്ച് തരണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിരിക്കണം. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ പേര് പറഞ്ഞോ? അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞോ? നിങ്ങളെ പേര് പറഞ്ഞു കാണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളെ പേര് പറഞ്ഞു കാണ്ട് തന്നെ നിങ്ങൾക്ക്. ഇത് കേട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹു ആണ് കരയാണ്. ആ സന്തോഷാധിക്യം, സന്തോഷം കൊണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അള്ളാഹ് എൻ്റെ പേര് പറഞ്ഞിരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഖുർആൻ്റെ സദസ്സിലിരിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മളെ പേര് മലക്കാലോട് പറയും. അതിലേറെ വേറെ എന്താ നമുക്ക് വേണ്ടത്? ആ ഖുർആൻ സദസ്സ് പറഞ്ഞാൽ നിസ്സാരാണ് എഴുതിക്കണം, നിങ്ങൾ അവഗണിക്കല്ലേ. ചെറിയ നിസ്സാര കാര്യത്തിന് ഖുർആൻ പഠിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തല്ലേ. ഈ ചില്ലറ സദസ്സൊന്നും അല്ലത്. നമ്മൾ 5 ആളുള്ളൂ, നമ്മൾ 6 ആളുള്ളൂ, നമ്മൾ 14 ആളോ, അതൊന്നല്ല വിഷയം. ഈ സദസ്സിൻ്റെ പ്രാധാന്യമാണ് വിഷയം. ഇവിടെ മലക്കുകളാണ് നമുക്ക് ചുറ്റും. ആ ഹദീസിൽ, ഞാൻ ഹദീസ് തുടക്കത്തിലൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ, അങ്ങനെ ഒരു സദസ്സ് പള്ളിയിൽ ഒരുമിച്ച് കൂടി ഖുർആൻ പഠിക്കുകയും പറഞ്ഞും അറിഞ്ഞും പഠിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആൾ അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകും, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. മലക്കുകൾ പൊതിഞ്ഞു നിൽക്കും. മലക്കുകളോട് അള്ളാഹു ആ സദസ്സിനെ സംബന്ധിച്ച് പറയും. അങ്ങനെ ഹദീസ്. അപ്പോൾ ഇവിടെ നോക്കി, ഇബ്രാഹിം നബീനെ പറ്റി അള്ളാഹ് ലോകാവസാനം വരെ എടുത്തു പറയുകയാണ്, ഇന്ന ഇബ്രാഹിം അല ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ എന്താ? സഹനശീലനാണ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ വിവേകമുള്ളവനാണ്. അവ്വാഹുൻ അനുകമ്പ, മറ്റുള്ളവർ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിലുള്ളൊരു വെപ്രാളം ബേജാറ്, അതിനുള്ള അനുകമ്പ അറിയാം. മുനീബ്, അള്ളാഹുവിലേക്ക് ധാരാളമായി മടങ്ങുന്നവനാണ്, മുനീബുമാണ്. യാ ഇബ്രാഹിം. അപ്പോൾ അള്ളാഹിൻ്റെ മറുപടി ഇബ്രാഹിം നബിയെ ചീത്ത പറയുന്നല്ല. ആയിരഹാദ, അത് വിട്, അത് അവഗണിച്ചേക്കുക. ആയിറല എന്ന് പറഞ്ഞാൽ എന്താ? അവഗണിക്കുക, അതിനെ വിട്ട് കളയുക. ഇബ്രാഹിമെ, ആ വിഷയം വിട്. എന്താ കാരണം? എന്താ? ഖദ് ജാ അംറു റബ്ബിക, റബ്ബിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അത് തീരുമാനമായ വന്നു തന്നെ കരുതിക്കോ, അത് തീരുമാനമായിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി കൂടുതൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇന്നഹു ഖദ് ജാ അംറു റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ കൽപ്പന അത് വന്നിട്ടുണ്ട്. ഈ അശ്ലീലം ഉണ്ടല്ലോ, നമ്മളെ ഇന്ത്യ രാജ്യം അടക്കം അതിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. ലോകം അനുമതി കൊടുത്തിരിക്കുകയാണ്. പറയാൻ പോലും മറക്കുന്ന അശ്ലീലമാണ്. എന്ത്? പുരുഷന്മാരെ ലൈംഗിക വികാരത്തിനും സമീപിക്കുക എന്നുള്ളത്. പറയാൻ അറക്കുന്ന, വെറുക്കുന്ന. എന്താണ് ഇതിൻ്റെ ശിക്ഷ? എന്താണ്? ഭൂമിയിൽ ആഴ്ത്തുക എന്നുള്ളതാണ്. ഭൂമി കീഴ്മേൽ മറിക്കപ്പെടും. അതിന് നിയമപ്രാബല്യം കൊടുക്കുക. അപ്പോൾ അള്ളാഹിനേക്കാളും വല്ല അള്ള ക്ഷമയാണ് വരെ. അള്ള പറ്റൂല എന്ന് പറഞ്ഞ കാര്യം പറ്റുമെന്ന് നിയമം നിർമ്മിക്കുക. ആര്? ഗവൺമെൻറ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഗവൺമെൻറ്റിന് അതിന് അധികാരമുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും അത്. കാരണം എന്താ? അള്ള പറഞ്ഞൊരു നിയമത്തിന് എതിരായിട്ട് നിയമം നിർമ്മിക്കാൻ ആർക്കെങ്കിലും അവകാശം ഉണ്ടോ? ആർക്കും അവകാശമില്ല. അങ്ങനെ അവകാശവും അധികാരം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ അള്ളാഹുവിനേക്കാൾ വലിയൊരു ദൈവമാണ് ഇവർ എന്ന് സമ്മതിക്കലാവും. അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ നിഷേധിക്കലാവും. അത് നമ്മൾ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് ഇന്നഹു ഖദ് ജാ, അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ്, കാര്യം തീരുമാനമായിട്ടുണ്ട്. വ ഇന്നഹും, തീർച്ചയായും അവർ, ആതീഹിം, അവർക്ക് വരുന്നതാകുന്നു, അദാബുൻ, ശിക്ഷ, ഗൈറു മർദൂദ്, തടയപ്പെടാനാവാത്ത അല്ലെങ്കിൽ തടുക്കാനാകാത്ത, റദ്ദിയം, ആരാലും തടുക്കാൻ കഴിയില്ല. അള്ളാഹ് അങ്ങോട്ട് ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പായിരിക്കും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രളയമാണ്. എന്തായിരിക്കും കാരണം? നാടൊക്കെ ദുഷിക്കുമ്പോൾ
നാടൊക്കെ ദുഷിക്കുമ്പോൾ ഭൂമി ഇങ്ങനെ കയ്യേറുമ്പോൾ അവകാശമുള്ളതും അവകാശമില്ലാത്തതൊക്കെ ആൾക്കാർ കയ്യേറുകയാണ്. ഒരു തോടിൻ്റെ അതിർത്തിക്ക് ഉണ്ടെങ്കിൽ തോടിൻ്റെ പകുതിക്കൊന്ന് ഞാൻ ഇങ്ങോട്ട് കെട്ടും, മറ്റോ അങ്ങോട്ടും കെട്ടും. അപ്പോൾ എന്തായി? ഭൂമി കയ്യേറി, ഹറാമ് കയ്യേറി എടുത്തു. അപ്പോൾ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇതന്നെയല്ലേ നമ്മളെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത്. എത്ര തോടുകളുണ്ടായിരുന്നു നമ്മളെ പരിസര പ്രദേശങ്ങളിലൊക്കെ. തോടിൻ്റെ അതിർത്തിയിൽ സ്ഥലമുള്ളവർ എന്ത് ചെയ്യും? അത് കെട്ടുമ്പോൾ ഇൻ്റെതാക്കി മാറ്റും. ഇങ്ങനെയൊന്നും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു തആല എങ്ങനെയൊക്കെയാണ് ശിക്ഷിക്കുക. പിന്നെ ഈ സത്യസന്ധത എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? അന്യായവും അനീതിയും തെറ്റും കുറ്റവും അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ കേട്ടോ. ഈ പ്രളയം എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. ഒരു വീട്ടിലേക്ക് വെള്ളം കയറിയാൽ വീട്ടുകാർക്ക് അറിയാം അതിൻ്റെ പ്രയാസം. ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മളാരെങ്കിലും ഓർത്തിരുന്നോ പാണക്കാട് ഉരുൾപൊട്ടലുണ്ടാവുന്നു? വളരെ ഗുരുതരമായ ഉരുൾപൊട്ടലാണ്. ചോട്ടിലൊന്നും വീട്ടുകാരില്ലാത്തതുകൊണ്ട് ആ വെള്ളവും മണ്ണും വരുന്ന വരവ് കണ്ടാൽ അതിൻ്റെ സ്പീഡ്, കല്ലും. അങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ നാഥ. ഗുരുതരമായ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, കാറ്റ്, തീയ്, ഇടിമിന്നൽ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണം. അതേമാതിരി രോഗങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് രക്ഷിതാവേ. വേദനയുള്ള കടുത്ത രോഗങ്ങൾ, ദാരിദ്ര്യം, കടം, പട്ടിണി, എല്ലാത്തിൽ നിന്നും നിൻ്റെ കാവൽ ഞങ്ങൾക്കുണ്ടാവണേ നാഥ. പരീക്ഷിക്കല്ലേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ